നെയ്യാറ്റിൻകര സ്വദേശി ഷാരോൺ, കന്യാകുമാരി സ്വദേശി ഗ്രീഷ്മ. ഒരു ബസ് യാത്രയിലാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. പരിചയപ്പെട്ടു, പിന്നെ അത് പ്രണയമായി. 2021 പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞു. ഒരു വർഷം ഇരുവരും പ്രണയിച്ചു. ഇതിനിടയിലാണ് സൈന്യത്തിൽ ജോലിയുള്ള സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരാളുമായി ഗ്രീഷ്മയുടെ വിവാഹമുറപ്പിക്കുന്നത്. ആ വിവാഹത്തിനു വേണ്ടി ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുന്നു. ആദ്യം ജ്യൂസിലും പിന്നെ കഷായത്തിലും വിഷം ചേർത്ത് കൊടുത്ത് തന്നെ ഏറെ സ്നേഹിച്ച ഷാരോണിനെ ഗ്രീഷ്മ ഇല്ലാതാക്കി. ഒക്ടോബർ 14 ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ചാണ് ഷാരോൺ കഷായം കഴിച്ചത്. ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് കഷായം നൽകി. കഴിച്ച ഉടൻ ഷാരോൺ ഛർദ്ദിച്ചു. അവശനിലയിലായ ഷാരോണിനെ പല ആശുപത്രികളിലും ചികിത്സയ്ക്ക് എത്തിച്ചു. ഒടുവിൽ ഒക്ടോബർ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഷാരോൺ മരണത്തിന് കീഴടങ്ങി. ഷാരോണിന്റെ മരണമൊഴിയാണ് കേസിൽ നിർണായകമായത്. 2022 ഒക്ടോബർ 20 മജിസ്ട്രേറ്റ് ലെനി തോമസ് ആശുപത്രിയിലെത്തിയാണ് മരണമൊഴി രേഖപ്പെടുത്തിയത്. ഗ്രീഷ്മ നൽകിയ ഒരു ഗ്ലാസ് കഷായമാണ് താൻ കുടിച്ചതെന്ന് ഷാരോൺ അന്ന് പറഞ്ഞു. വിഷം കലർത്തിയ കഷായം കുടിച്ചതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലും തെളിഞ്ഞു. പാരക്വിറ്റ് എന്ന കളനാശിനിയാണ് കഷായത്തിൽ കലർന്നിരുന്നതെന്ന് വിദഗ്ധർ കണ്ടെത്തി. അങ്ങനെ അന്വേഷണത്തിന്റെ മുന ഗ്രീഷ്മയിലേക്ക് നീങ്ങി. ഒക്ടോബർ 30 ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തി. തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ വെച്ച് അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ജീവനൊടുക്കാനും ശ്രമിച്ചു. ഗ്രീഷ്മയും അമ്മയും അമ്മാവനുമാണ് കേസിലെ പ്രതികൾ. വിഷം കൊടുക്കൽ, കൊലപാതകം, അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഷാരോണിനെ ഒഴിവാക്കാനുള്ള ഗ്രീഷ്മയുടെ ശ്രമങ്ങൾക്ക് അമ്മ സിന്ധു ഒത്താശ ചെയ്തുവെന്നും കീടനാശിനി ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് അമ്മാവൻ നിർമ്മലകുമാരൻ നായരാണെന്നും പോലീസ് കണ്ടെത്തി. ഷാരോണിനെ കൊലപ്പെടുത്തുന്നതിനായി ഗ്രീഷ്മ ജ്യൂസിൽ വിഷം ചേർത്തൊരു ജ്യൂസ് ചാലഞ്ച് നടത്തിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കയ്പായതിനാൽ അന്ന് ഷാരോൺ കുറച്ച് ജ്യൂസ് മാത്രമായിരുന്നു കുടിച്ചത്. ആ ശ്രമം പാളിപ്പോയപ്പോഴാണ് കഷായത്തിൽ വിഷം ചേർത്തു നൽകാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. വിഷത്തിന്റെ പ്രവർത്തന രീതി അന്ന് രാവിലെ തന്നെ ഗൂഗിൾ സെർച്ചിലൂടെ ഗ്രീഷ്മ മനസ്സിലാക്കിയതായും പോലീസ് കണ്ടെത്തി. ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ തെളിവുകളും ഫോറൻസിക് തെളിവുകളും നിരത്തിയാണ് പ്രോസിക്യൂഷൻ കേസ് വാദിച്ചത്. 3 വർഷം നീണ്ട വിചാരണ. ഒടുവിൽ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. എന്നാൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടു.